സംസ്ഥാന കോൺഗ്രസിനെ ഇനി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നയിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നേതൃമാറ്റം സണ്ണി ജോസഫ് എന്ന പേരിലെത്തി നിന്നതിൽ നിർണായകമായത് സഭാ നിലപാടാണ്. സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്ന ജനപ്രതിനിധി എന്ന പ്രതിച്ഛായയും ഗുണം ചെയ്തു. സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ കെ സുധാകരന്റെ പിന്തുണയും സണ്ണി ജോസഫിനായിരുന്നു. 1970-കളിൽ KSUവിലൂടെയാണ് സണ്ണി ജോസഫ് എന്ന തൊടുപുഴക്കാരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. കോഴിക്കോട് ലോ കോളേജിലെ LLB പഠനത്തിന് പിന്നാലെ സണ്ണി ജോസഫിന്റെ രാഷ്ട്രീയ തട്ടകം കണ്ണൂരായി. കോൺഗ്രസിന്റെ കേരളത്തിലെ ശക്തമായ ശബ്ദങ്ങളിലൊന്നായി അദ്ദേഹം മാറി. 2011 മുതൽ തുടർച്ചയായി 3-ാം തവണയും നിയമസഭയിൽ പേരാവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. BJP ക്രൈസ്തവ സ്വാധീനമുയർത്താൻ ശ്രമിക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് തന്നെ അധ്യക്ഷൻ വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. ക്രൈസ്തവ സഭകളുമായുള്ള അടുപ്പം സണ്ണി ജോസഫിന്റെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി. കെ സുധാകരന് ശേഷവും കണ്ണൂരിൽ നിന്ന് തന്നെ അധ്യക്ഷൻ വേണ്ടെന്ന ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുത്തെങ്കിലും സഭാബന്ധത്തിനു മുന്നിൽ അത് അപ്രസക്തമായി. അധ്യക്ഷമാറ്റത്തിന് സാധ്യതയെന്ന വാർത്തകൾ വന്നു തുടങ്ങിയപ്പോഴേ സഭാ നേതൃത്വം സണ്ണി ജോസഫിനെ പരിഗണിക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസിന് മുന്നിൽ വച്ചിരുന്നു. ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവർക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. വന്യമൃഗ ആക്രമണങ്ങളടക്കമുള്ള വിഷയങ്ങളിലെ സജീവ ഇടപെടലും അദ്ദേഹത്തെ കൂടുതൽ ജനകീയനും സ്വീകാര്യനുമാക്കി. കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന് കറിവെക്കാൻ അനുവദിക്കുന്ന നിയമം വരണമെന്നുവരെ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറുകയാണെങ്കിൽ പകരം സണ്ണി ജോസഫ് വരണമെന്ന നിർദ്ദേശം കെ സുധാകരനും ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായുള്ള അടുത്ത ബന്ധവും ഗുണം ചെയ്തു. ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്തുമ്പോൾ തന്നെ കോൺഗ്രസിനെ ഗ്രൂപ്പുകൾക്കതീതമായി നയിക്കുകയാണ് സണ്ണി ജോസഫിന് മുന്നിലെ പ്രധാന ദൗത്യം. അതെത്രത്തോളം വിജയിക്കുമെന്നതിന്റെ ആദ്യ ഉരകല്ലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന വമ്പൻ പരീക്ഷണത്തിനും തൊട്ടുപിന്നാലെ അരങ്ങൊരുങ്ങുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.